ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 10-ാം അധ്യായമായ വിഭൂതി യോഗത്തിലെ 27 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 28, 29 ശ്ലോകങ്ങൾ നോക്കാം. 28-ാമത്തെ ശ്ലോകം. ആയുധാമഹം വജ്രം ധേനൂനാമസ്മി കാമധൂക് പ്രജനശ്ചാസ്മി കന്ദർപ്പ സർപ്പാണാമസ്മി വാസുകീ. അഹം ഞാൻ ആയുധാനാം ആയുധങ്ങളിൽ വച്ച് വജ്രം വജ്രമാകുന്നു. ധേനൂനാം കാമധൂക് പശുക്കളിൽ വച്ച് ഞാൻ കാമധേനുവാകുന്നു. പ്രജനഃ കന്ദർപ്പാഃ പ്രജനനകാരണനായ കാമദേവനും. സർപ്പാണാം വാസുകീച സർപ്പങ്ങളിൽ വാസുകിയും അസ്മി ഞാനാകുന്നു. ഞാൻ ആയുധങ്ങളിൽ വച്ച് വജ്രായുധമാകുന്നു. പശുക്കളിൽ വച്ച് കാമധേനുവാകുന്നു. പ്രജനനകാരണനായ കാമദേവനും ഞാനാകുന്നു. സർപ്പങ്ങളിൽ ഞാൻ വാസുകിയാകുന്നു. ഏറ്റവും ശക്തിയേറിയ ആയുധമാണ് വജ്രായുധം. ഏറ്റവും മൂർച്ചയുള്ളതും വജ്രമാണ്. ഇന്ദ്രൻ്റെ ആയുധമാണ് വജ്രം. നാം ചില്ല് മുറിക്കുവാൻ ഉപയോഗിക്കുന്നത് വജ്രമാണ്. വജ്രസൂചി ഉപയോഗിച്ചാണ് നമ്മൾ ഗ്ലാസുകൾ, ചില്ലുകൾ കട്ട് ചെയ്യുന്നത്. അപ്പം അത്ര മൂർച്ചയുള്ളതും ശക്തിയുള്ളതുമാണ് വജ്രായുധം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ആയുധങ്ങളിൽ വച്ച് ഞാൻ വജ്രമാകുന്നു. പശുക്കളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് കാമധേനുവാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, പശുക്കളിൽ വച്ച് ഞാൻ കാമധേനുവാകുന്നു. ആഗ്രഹിക്കുന്നത് എന്തും നൽകാൻ കഴിവുള്ള മൃഗമാണ് കാമധേനു എന്ന് പറയുന്നത്. അതുപോലെ പ്രത്യുൽപാദനത്തിന് കാരണമായ ലൈംഗിക തൃഷ്ണ അഥവാ കാമം, അതിൻ്റെ പ്രതീകമാണ് കാമദേവൻ, കന്ദർപ്പൻ. ആ കന്ദർപ്പനും ഞാനാകുന്നു. സർപ്പങ്ങളിൽ പ്രധാനിയാണ് വാസുകി. പാലാഴി മഥനത്തിന് കയറായി ഉപയോഗിച്ചത് വാസുകിയെയാണ്. അപ്പോൾ സർപ്പങ്ങളിൽ വച്ച് ഞാൻ വാസുകിയാകുന്നു. ആ കഴിഞ്ഞ ശ്ലോകങ്ങളിൻ്റെ തുടർച്ച തന്നെയാണ് വീണ്ടും. ഇത്തരത്തിലുള്ള ശ്രേഷ്ഠങ്ങളായ സകലതും എൻ്റെ തന്നെ ഭാവങ്ങളാണ് എന്നാണ് ഭഗവാൻ വീണ്ടും വീണ്ടും പറയുന്നത്. 29-ാമത്തെ ശ്ലോകം നോക്കാം. അനന്തശ്ചാസ്മി നാഗാനാം വരുണോ യാദസാമഹം പിതൃണാമര്യമാചാസ്മി യമ സംയമതാമഹം. നാഗാനാം നാഗങ്ങളിൽ, അസ്മി ഞാൻ, അനന്തശ്ച അനന്തനാകുന്നു, യാദസാം ജലദേവതകളിൽ വച്ച്, അഹം ഞാൻ, വരുണഃ വരുണനാകുന്നു, പിതൃണാം പിതൃക്കളിൽ വച്ച്, അസ്മി ഞാൻ, ആര്യമാച ആര്യമാവാകുന്നു, സംയമതാം നിയമപാലകരിൽ, അഹം ഞാൻ, യമഃ യമനാകുന്നു. നാഗങ്ങളിൽ വച്ച് ഞാൻ അനന്തനാകുന്നു. ജലദേവതകളിൽ വച്ച് ഞാൻ വരുണനാകുന്നു.
പിതൃക്കളിൽ ഞാൻ ആര്യമാവാകുന്നു. നിയമപാലകരിൽ ഞാൻ യമനാകുന്നു. നാഗങ്ങളുടെ കൂട്ടത്തിൽ അനേകം ഫണങ്ങളുള്ള അനന്തനാകുന്നു ഞാൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. അനന്തനാണ് നമുക്കറിയാം, വിഷ്ണുവിൻ്റെ തൽപ്പമാണ്. അനന്തശായിയാണ് ഭഗവാൻ. അനന്തൻ്റെ 1000 ഫണങ്ങളുള്ള അനന്തൻ്റെ മുകളിലാണ് ഭഗവാൻ പള്ളി കൊള്ളുന്നത്. അതുപോലെ ജലദേവതകളിൽ വരുണനും പിതൃക്കളിൽ ശ്രേഷ്ഠനായ ആര്യമാവും ഞാനാകുന്നു എന്ന് ഭഗവാൻ പറയുന്നു. ശിക്ഷകരിൽ, അതായത് നിയമങ്ങൾ പാലിക്കുന്നവരിൽ, കർശനമായി നിയമം പാലിക്കുന്നവരിൽ ഞാൻ മൃത്യുദേവനായ യമദേവനാകുന്നു. ആര്യമാവും യമനും അഷ്ടദിക്പാലകരിൽ പെട്ടവരും കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ശ്രേഷ്ഠരായ ഈ ദേവതകളെല്ലാം ഞാൻ തന്നെയാകുന്നു, അല്ലെങ്കിൽ അവയെല്ലാം എൻ്റെ തന്നെ വിവിധ ഭാവങ്ങളാകുന്നു. ഇവരിലെല്ലാം എന്നെ ദർശിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനിയും തുടരുന്നുണ്ട് ഭഗവാൻ. ഓരോന്നോരോന്നായിട്ടെടുത്ത് ഇവയിലെല്ലാം നിങ്ങൾ, അതായത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഓരോ കഥാപാത്രങ്ങളും ദേവതകളും വസ്തുക്കളും എല്ലാം എടുത്തെടുത്ത് ഭഗവാൻ പറയുന്നു, ഇവയിലെല്ലാം വസിക്കുന്നത് ഞാൻ തന്നെയാണ്, ഇവയെല്ലാം എൻ്റെ തന്നെ ഭാവങ്ങളാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞു വയ്ക്കുന്നത്. വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ് ഭഗവാൻ. ഇത് ഒരേ കാര്യങ്ങൾ തന്നെ. അതാണ് ഈ ശ്ലോകങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.